ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാംസിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 150 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, ESIC, RRB തുടങ്ങിയ വേരിയസ് എക്സാമിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാകരുത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ എ ഡിവൈസ് യൂസ്ഡ് ടു ടേക്ക് ദ പ്ലേസ് ഓഫ് എ മിസ്സിംഗ് ബോഡി പാർട്ട്? ഓപ്ഷൻസ് ആർ pronation, abduction, external rotation, prosthesis. Correct answer option D ആണ്. Prosthesis. മിസ്സിംഗ് ബോഡി പാർട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് പ്രോസ്തെസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. When a client has left-sided weakness, what part of a sweater is put on first? Options are both sleeves, left sleeve, client's choice, right sleeve. ഒരു ക്ലയൻറ്റിന് ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് ഉള്ളപ്പോൾ സ്വെറ്ററിൻ്റെ ഏത് പാർട്ടാണ് ആദ്യം ധരിക്കേണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെഫ്റ്റ് സ്ലീവ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ എ നഴ്സ് എയ്ഡ് ടു ഷെയർ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ ക്ലയൻറ്റ് സ്റ്റാറ്റസ് വിത്ത്. ഓപ്ഷൻസ് ആർ എനി വൺ ദ നഴ്സ് എയ്ഡ് സീസ് ഫിറ്റ്, ദ ക്ലയൻറ്റ്സ് ഫാമിലി മെമ്പേഴ്സ്, the client's roommate, the staff on the next shift. നഴ്സ് സൈഡ് ക്ലയൻറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടത് താഴെ തന്നിരിക്കുന്നതിൽ ആരുമായിട്ടാണ്? അപ്പോൾ ഒരു നഴ്സ് എല്ലാവരോടും ഷെയർ ചെയ്യത്തില്ല. ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ദ സ്റ്റാഫ് ഓൺ ദ നെക്സ്റ്റ് ഷിഫ്റ്റ്. അടുത്ത ഷിഫ്റ്റിലുള്ള സ്റ്റാഫുമായിട്ടായിരിക്കും ക്ലയൻസിൻ്റെ സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Question number 4 നോക്കാം. When helping a client who is recovering from stroke to walk, the nurse aide should assist. Options are on the client's strong side, on the client's weak side, from behind the client, with a wheelchair. സ്ട്രോക്കിൽ നിന്ന് റിക്കവർ ആകുന്ന ഒരു ക്ലയൻറ്റിന് നടക്കാൻ സഹായിക്കാൻ ഒരു നഴ്സ് എയ്ഡ് ഏത് സൈഡിലാണ് അസിസ്റ്റ് ചെയ്യേണ്ടത്? കറക്റ്റ് ആൻസർ ഓൺ ദ ക്ലയൻറ്റ്സ് വീക്ക് സൈഡ്. അപ്പോൾ വീക്ക് സൈഡിലാണ് അസിസ്റ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ദ നഴ്സ് എയ്ഡ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് ഹു ഈസ് അജിറ്റേറ്റഡ്. ദ നഴ്സ് എയ്ഡ് ഷുഡ്. അജിറ്റേറ്റഡ് ആയ ഒരു ക്ലയൻറ്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് നഴ്സ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? സ്പീക്ക് ലൗഡ്ലി സോ ദ ക്ലയൻറ്റ് ക്യാൻ ഹിയർ ദ ഇൻസ്ട്രക്ഷൻ. Ask to reassign the care for this client. Talk in a slow, calm, reassuring manner. Tell the client to be quiet. Correct answer option C ആണ്. Talk in a slow, calm, reassuring manner. Question number 6. The purpose for padding side rails on the client's bed is to. ക്ലയൻറ്റിൻ്റെ ബെഡിൽ സൈഡ് റെയിൽസ് പാഡ് ചെയ്യുന്നതിനുള്ള പർപ്പസ് എന്താണ്? ഓപ്ഷൻസ് ആർ യൂസ് ദം ആസ് എ റെസ്ട്രൈൻറ്റ്, ഹാവ് എ പ്ലേസ് ടു കണക്ട് ദ കോൾ സിഗ്നൽ, പ്രൊട്ടക്ട് ദ ക്ലയൻറ്റ് ഫ്രം ഇഞ്ചുറി. സോ കറക്റ്റ് ആൻസർ ക്ലയൻറ്റിനെ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. Exercises that move each muscle and joints are called. എല്ലാ മസിൽസിനെയും മൂവ്മെൻറ്റിനെയും ജോയിൻറ്റിനെയും
മൂവ് ചെയ്യിപ്പിക്കുന്ന എക്സസൈസിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് ആർ അഡക്ഷൻ, റേഞ്ച് ഓഫ് മോഷൻ, അബ്ഡക്ഷൻ, റൊട്ടേഷൻ. കറക്റ്റ് ആൻസർ റേഞ്ച് ഓഫ് മോഷൻ ആണ്. Question number 8. How can the nurse side best help a client who is not accepting a loss? ഒരു ലോസ്, ഒരു നഷ്ടം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ലീവ് ദ ക്ലയൻറ്റ് എലോൺ, കൺവിൻസ് ദ ക്ലയൻറ്റ് ടു അക്സെപ്റ്റ് ദ ലോസ്, എൻകറേജ് ദ ക്ലയൻറ്റ് ടു ടോക്ക്. കറക്റ്റ് ആൻസർ എൻകറേജ് ദ ക്ലയൻറ്റ് ടു ടോക്ക്. അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 9. The Heimlich maneuver or abdominal thrust is used for a client who has. Heimlich maneuver അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് നമ്മൾ എത്തരത്തിലുള്ള ക്ലയൻറ്റിനാണ് യൂസ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കിയാലോ. എ ബ്ലഡി നോസ്, എ ബ്ലോക്ക്ഡ് എയർവേ, fallen out of bed, impaired eyesight. കറക്റ്റ് ആൻസർ എ ബ്ലോക്ക്ഡ് എയർവേ. എയർവേ ബ്ലോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചോക്ക് ചെയ്യുന്ന ഒരാളെ സഹായിക്കാനാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10. ടു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ക്ലയൻറ്റ് ഹു ഈസ് ടോട്ടലി ഡെഫ്, ദ നഴ്സ് സൈഡ് ഷുഡ്. അതായത് ടോട്ടലി ഡെഫായിട്ടുള്ള ബധിരനായ ഒരു ക്ലയൻറ്റുമായിട്ട് ബെസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്മൈൽ ഫ്രീക്വൻ്റ്ലി ആൻഡ് സ്പീക്ക് ലൗഡ്ലി, സ്മൈൽ ഓഫൺ ആൻഡ് ടോക്ക് റാപ്പിഡ്ലി, അവോയ്ഡ് ഐ കോണ്ടാക്ട്, റൈറ്റ് ഔട്ട് ഇൻഫർമേഷൻ. കറക്റ്റ് ആൻസർ റൈറ്റ് ഔട്ട് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് ഒക്കെ റൈറ്റ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The nurse aide is asked by a confused client what day it is. The nurse aide should. Options are explain that memory loss is natural and the date is not important, ignore the request, point to the date on a calendar and say the date, provide the date and then test the client later. ഒരു nurse aide കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനോട് അന്നത്തെ ഡേ ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നേഴ്സ് അത് എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പോയിന്റ് ടു ദ ഡേറ്റ് ഓൺ എ കലണ്ടർ ആൻഡ് സേ ദ ഡേറ്റ്. നമ്മൾ അദ്ദേഹത്തെ ആ പർട്ടിക്കുലർ ഡേ ഓറിയൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കലണ്ടർ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പർട്ടിക്കുലർ ഡേ ഏതാണെന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പോയിന്റ് ടു ദ ഡേ ഓൺ എ കലണ്ടർ ആൻഡ് സേ ദ ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ടു അവോയ്ഡ് പുള്ളിംഗ് ദ കത്തീറ്റർ വെൻ ടേണിംഗ് എ മെയിൽ ക്ലയൻറ്റ്, ദ കത്തീറ്റർ ട്യൂബ് മസ്റ്റ് ബി ടാപ്ഡ് ടു ദ ക്ലയൻറ്റ്സ്. ഒരു മെയിൽ ക്ലയൻറ്റിന് ടേൺ ചെയ്യുന്ന സമയത്ത്, ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് കത്തീറ്റർ പുള്ള് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ കത്തീറ്റർ ക്ലയൻറ്റിൻ്റെ ഏത് ഭാഗത്ത് ടേപ്പ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് നോക്കാം. ബെഡ്ഷീറ്റ്, അപ്പർ തൈ, ബെഡ് ഫ്രെയിം, ഹിപ്പ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അപ്പർ തൈ. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്. കാരണം നമ്മൾ ഡെയിലി നമ്മൾ ഇത് ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അപ്പർ തൈയിലാണ് നമ്മൾ കത്തീറ്റർ ടേപ്പ് ചെയ്യേണ്ടത് ടു അവോയ്ഡ് പുള്ളിങ്. Question number 13. The nurse aide can assist clients with their spiritual needs by. ഒരു ക്ലയൻറ്റിന് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ കഴിയും? ടേക്കിംഗ് ക്ലയൻസ് ടു ദ nurse aide's church, allowing clients to talk about their belief, avoiding any religious discussion, talking about the nurse aide's own spiritual belief. Correct answer option B ആണ്. അലോയിങ് ക്ലയൻസ് ടു ടോക്ക് അബൌട്ട് ദെയർ ബിലീഫ്. അദ്ദേഹത്തിൻ്റെ ബിലീഫ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14. എ നഴ്സ് മസ്റ്റ് വിയർ ഗ്ലൗസ് വെൻ. ഒരു നഴ്സ് എപ്പോഴാണ് ഗ്ലൗസ് ധരിക്കേണ്ടത്? മസ്റ്റായിട്ട് ഗ്ലൗസ് ധരിക്കേണ്ടത്. ഓപ്ഷൻസ് ആർ ഫീഡിങ് എ ക്ലയൻറ്റ്,
ഡൂയിങ് പെരികെയർ, ഗിവിങ് എ ബാക്ക് റബ്, ഡൂയിങ് റേഞ്ച് ഓഫ് മോഷൻ. അപ്പോൾ ഏത് അവസരത്തിലായിരിക്കും മസ്റ്റായിട്ട് ധരിക്കേണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡൂയിങ് പെരികെയറിലാണ് മസ്റ്റായിട്ട് നമ്മൾ ധരിച്ചിരിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. വെൻ ഗെറ്റിംഗ് റെഡി ടു ഡ്രസ് എ ക്ലയൻറ്റ് ദ നേഴ്സ് സൈഡ് ഷുഡ്. ഒരു ക്ലയൻറ്റിനെ ഡ്രസ്സപ്പ് ചെയ്യാൻ സഹായിക്കുമ്പോൾ നേഴ്സ് സൈഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗെറ്റ് ദ ഫസ്റ്റ് ക്ലോത്ത്സ് ദ നേഴ്സ് സൈഡ് ക്യാൻ റീച്ച് ഇൻ ദ ക്ലോസറ്റ്. Give the client a choice for what to wear. Use the clothes the client wore in the day before. Choose clothes that the nurse side personally likes. Correct answer option B ആണ്. Give the client a choice of what to wear. അദ്ദേഹത്തിന് എന്താണോ ധരിക്കാൻ ഇഷ്ടമുള്ളത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളതല്ല ചൂസ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് എന്താണോ കംഫർട്ട് അത് നമ്മൾ ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ഇഫ് ദ നേഴ്സ് സൈഡ് ഡിസ്കവേഴ്സ് ഫയർ ഇൻ എ ക്ലയൻറ്റ്സ് റൂം ദ ഫസ്റ്റ് തിങ് ഡു ഈസ്. ഒരു ക്ലയൻറ്റിൻ്റെ റൂമിൽ നമ്മൾ ഫയർ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. കോൾ ദ നേഴ്സ് ഇൻ ചാർജ്, ട്രൈ ടു പുട്ട് ഔട്ട് ദ ഫയർ, ഓപ്പൺ എ വിൻഡോ, റിമൂവ് ദ ക്ലയൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിമൂവ് ദ ക്ലയൻറ്റ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വിത്ത് എ ക്ലയൻറ്റ് ഹു ഹാസ് ഹിയറിംഗ് ലോസ് എ നേഴ്സ് സൈഡ് ഷുഡ്. ഹിയറിംഗ് ലോസ് ഉള്ള ഒരു ക്ലയൻറ്റിന് അതായത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്പീക്ക് ഇൻ എ ഹൈ പിച്ച്ഡ് ടോൺ ഓഫ് വോയിസ്. Stand behind the client when speaking. Speak in a loud and slow manner. Look directly at the client when speaking. Correct answer option D ആണ്. Look directly at the client when speaking. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following stages of dyeing is usually the final stage? ഡൈയിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ഏതാണ്? ആങ്കർ, അക്സെപ്റ്റൻസ്, ബാർഗെയിനിങ്, ഡിപ്രഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അക്സെപ്റ്റൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇഫ് എ ക്ലയൻറ്റ് സേസ് ഗോഡ് ഈസ് പണിഷ്ഡ് മീ ഓർ വൈ മീ, ഹൗ ഷുഡ് ദ നേഴ്സ് സൈഡ് റെസ്പോണ്ട്. ഒരു ക്ലയൻറ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഗോഡ് എന്നെ പണിഷ് ചെയ്യുന്നു, എന്തിനാണ് എന്നെ മാത്രം പണിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഓപ്ഷൻസ് ആർ റിപ്ലൈ ഗോഡ് ഡസൻ പണിഷ് പീപ്പിൾ, ലിസൺ ക്വയറ്റ്ലി, ഇഗ്നോർ ദ ക്ലയൻറ്റ്, മേക്ക് ജോക്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിസൺ ക്വയറ്റ്ലി. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഇഗ്നോർ ദ ക്ലയൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്തായാലും ആ ഓപ്ഷൻ ആയിരിക്കത്തില്ല. മേക്ക് ജോക്സ്, ഒരു ക്ലയൻറ്റ് ഇത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ എന്തായാലും ജോക്സ് മേക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എ ആൻഡ് ബി ആണ്. എന്തായാലും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സിൻ്റെ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൽ വരുന്നതാണ് ലിസൺ ക്ലിയർലി. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ട രീതി. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. ദ റോൾ ഓഫ് ദ ഓംബുഡ്സ്മാൻ ഈസ് ടു. ഓംബുഡ്സ്മാൻ്റെ റോള് എന്താണ്? ഓപ്ഷൻസ് ആർ റൺ എ ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഹോംസ്, വർക്ക് വിത്ത് ദ നഴ്സിംഗ് ഹോം ടു പ്രൊട്ടക്റ്റ് ക്ലയൻറ്റ്സ് റൈറ്റ്, കൺട്രോൾ ദ നഴ്സിംഗ് ഹോം ബഡ്ജറ്റ്, പ്രിപ്പയർ ക്ലാസ്സസ് ദാറ്റ് nurse aid take to learn about clients' hygiene. Correct answer ക്വസ്റ്റ്യൻ നമ്പർ 20 ഓപ്ഷൻ ബി ആണ്. വർക്ക് വിത്ത് ദ നഴ്സിംഗ് ഹോം ടു പ്രൊട്ടക്ട് ക്ലയൻറ്റ്സ് റൈറ്റ്സ്. ഓംബുഡ്സ്മാൻ്റെ റോള് നഴ്സിംഗ് ഹോമുമായിട്ട് വർക്ക് ചെയ്തിട്ട് ക്ലയൻസിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓംബുഡ്സ്മാൻ്റെ റോള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ nurse side who is active in her church is assigned to care for a client who is not a member of any religious group. The nurse aid should, അതായത്
ഒരു നഴ്സ് എയ്ഡ് വളരെ ആക്റ്റീവാണ്. എവിടെയാണ് ആക്റ്റീവ്? ചർച്ചിൽ. ഇൻ ഹർ ചർച്ച് ഈസ് അസൈൻ ടു ടേക്ക് കെയർ. ഒരു റിലീജിയസ് ഗ്രൂപ്പിൽ മെമ്പർ ഇല്ലാത്ത ഒരു ക്ലയൻറ്റിനെ നോക്കാൻ വേണ്ടി ഈ നഴ്സിന് ഡ്യൂട്ടി ലഭിക്കുകയാണ്. ഈ നഴ്സ് ചർച്ചിൽ വളരെ ആക്റ്റീവാണ്. ദ നഴ്സ് എയ്ഡ് ഷുഡ്, ഈ നഴ്സ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? ഹെൽപ്പ് ദ ക്ലയൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ നഴ്സ് എയ്ഡ്സ് ഫെയ്ത്ത്. Tell the client that it is important for the client to join some church even if it is not the nurse's aide's church. Respect the client's belief and avoid starting religious discussion. Arrange to have the nurse aide's clergyman visit to the client. Correct answer option C ആണ്. റെസ്പെക്ട് ദ ക്ലയൻറ്റ്സ് ബിലീഫ് ആൻഡ് അവോയ്ഡ് സ്റ്റാർട്ടിങ് റിലീജിയസ് ഡിസ്കഷൻ. റിലീജിയസ് ഡിസ്കഷൻസ് അവോയ്ഡ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ബിലീഫിനെ നമ്മൾ മാനിക്കുക. അല്ലാതെ നമ്മുടെ ചർച്ചിൽ അദ്ദേഹത്തെ ചേർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ക്ലർജിമാനെ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാനോ നമ്മുടെ ഫെയ്ത്ത് അദ്ദേഹത്തിൻ്റെ ഫെയ്ത്തിൽ അടിച്ചേൽപ്പിക്കാനോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള തിങ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. സോ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് അതിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നഴ്സ് എയ്ഡ് നോട്ടീസ് ദാറ്റ് എ ക്ലയൻറ്റ്സ് മെയിൽ ഹാസ് ബീൻ ഡെലിവേർഡ് ടു ദ ക്ലയൻറ്റ്സ് റൂം. ക്ലയൻറ്റിൻ്റെ മെയിൽ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഡെലിവർ ചെയ്തു. ദ നഴ്സ് എയ്ഡ് ഷുഡ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പൺ ദ മെയിൽ ആൻഡ് ലീവ് ഇറ്റ് ഓൺ ദ ക്ലയൻറ്റ്സ് ടേബിൾ. ഓപ്പൺ ദ മെയിൽ ആൻഡ് റീഡ് ഇറ്റ് ടു ദ ക്ലയൻറ്റ്. റീഡ് ദ മെയിൽ ടു മേക്ക് ഷുവർ ഇറ്റ് ഡസൻറ്റ് കണ്ടെയ്ൻ അപ്സെറ്റിംഗ് ന്യൂസ്. ഗീവ് ദ ക്ലയൻറ്റ് ദ അൺഓപ്പൺഡ് മെയിൽ and offer help as needed. Correct answer option D ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ മെയിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തുറന്ന് അത് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. Question number 23. Which of the following is a correct measurement of urinary output? Options are 40 O's, 300 cc, 2 cups, 1 quarts. Urinary output മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള യൂറിനറി ഔട്ട്പുട്ടിൻ്റെ മെഷർമെൻറ്റ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Question number 24. The client offers a nurse aide a $20 bill as a thank you for all that the nurse aide has done. ഒരു ക്ലയൻറ്റ് നഴ്സിന് $20 ബില്ല് ഓഫർ ചെയ്യുവാണ്, ഇത്രയും നാൾ അദ്ദേഹത്തെ കെയർ ചെയ്തതിന്. ദ നഴ്സ് എയ്ഡ് ഷുഡ്, നഴ്സ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ദ മണി സോ ആസ് നോട്ട് ടു ഒഫൻഡ് ദ ക്ലയൻറ്റ്. പൊളൈറ്റ്ലി റെഫ്യൂസ് ദ മണി. ടേക്ക് ദ മണി ആൻഡ് ബൈ സംതിങ് ഫോർ ദ ഫ്ലോർ. ആസ്ക് ദ നഴ്സ് ഇൻ ചാർജ് വാട്ട് ടു ഡു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊളൈറ്റ്ലി റെഫ്യൂസ് ദ മണി, പൊളൈറ്റായിട്ട് ആ മണി നമ്മൾ റെഫ്യൂസ് ചെയ്യുക. ഒരിക്കലും ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ എത്തിക്സിന് എതിരാണ്. പൊളൈറ്റ്ലി റെഫ്യൂസ് ദ മണി. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കാം. All of the following situations are examples of abuse or neglect except. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ സിറ്റുവേഷൻസും അബ്യൂസ് അല്ലെങ്കിൽ നെഗ്ലക്റ്റിന് എക്സാമ്പിളാണ്. എക്സെപ്റ്റ് ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അബ്യൂസ് ഓർ നെഗ്ലക്റ്റിന് എക്സാമ്പിളാണ്. ഏതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻസ് ആർ restraining a client according to the physician's order, leaving a client alone in a bathtub, threatening to withhold a client's meals, leaving a client in a wet and soiled bed. Correct answer option A ആണ്. Restraining a client according to the physician's order. ഫിസീഷ്യൻ ഒരു ക്ലയൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്യാൻ ഓർഡർ തന്നാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, അതൊരിക്കലും ഒരു അബ്യൂസോ നെഗ്ലക്റ്റോ അല്ല. Question number 26. If a client is sitting in a chair in his room masturbating, the nurse said should. ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ചെയറിലിരുന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ nurse സൈഡ് അത് കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ് ടു ദ അതർ nurse സൈഡ്. Tell the client to stop. Laugh and tell the client to go in the bathroom. Leave the client alone and provide privacy. Correct answer option D ആണ്. Leave the client alone and provide privacy.
അപ്പോൾ ക്ലയൻ്റ് ആണെങ്കിൽ അവർ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 27. To convert 4 ounces of juice to milliliters, the nurse aide should multiply. 4 ounce ജ്യൂസ് മില്ലിലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ 4 into 5 ml, 4 into 10 ml, 4 into 15 ml, 4 into 30 ml. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 into 30 ml. Question number 28. In giving care according to the client's bill of rights, the nurse aide should. ക്ലയൻറ്റിൻ്റെ ബിൽ ഓഫ് റൈറ്റ്സ് പ്രകാരം നമ്മൾ കെയർ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രൊവൈഡ് പ്രൈവസി ഡ്യൂറിങ് ദ ക്ലയൻറ്റ്സ് പേഴ്സണൽ കെയർ, ഓപ്പൺ ദ ക്ലയൻറ്റ്സ് മെയിൽ വിത്തൗട്ട് പെർമിഷൻ, യൂസ് ദ ക്ലയൻറ്റ്സ് പേഴ്സണൽ possessions for another client, prevent the client from complaining about care. Correct answer option A ആണ്. Provide privacy during the client's personal care. അദ്ദേഹത്തിന് പേഴ്സണൽ കെയർ കൊടുക്കുമ്പോൾ നമ്മൾ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. Question number 20. The last sense a dying client will lose is. അതായത് മരണത്തിലേക്ക് അടുക്കുന്ന ഒരു ക്ലയൻറ്റിന് അവസാനം നഷ്ടപ്പെടുന്ന സെൻസ് ഏതാണ്? ഓപ്ഷൻസ് ആർ സ്മെൽ, ഹിയറിംഗ്, ടേസ്റ്റ്, സൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിയറിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 30. എ ക്ലയൻറ്റ് wakes up during the night and asks for something to eat. The nurse said should. ഒരു ക്ലയൻറ്റ് രാത്രി എഴുന്നേറ്റ് അദ്ദേഹത്തിന് കഴിക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചെക്ക് ക്ലയൻറ്റ്സ് ഡയറ്റ് ബിഫോർ ഓഫറിംഗ് നറിഷ്മെൻറ്റ്, ടെൽ ദ ക്ലയൻറ്റ് നത്തിങ് ഈസ് അവൈലബിൾ അറ്റ് നൈറ്റ്, എക്സ്പ്ലെയിൻ ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് കമ്മിങ് ഇൻ 3 hours, ടെൽ ദ ക്ലയൻറ്റ് ദാറ്റ് ഈറ്റിംഗ് ഈസ് നോട്ട് അലൗഡ് ഡ്യൂറിങ് ദ നൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ചെക്ക് ക്ലയൻറ്റ്സ് ഡയറ്റ് ബിഫോർ ഓഫറിംഗ് നറിഷ്മെൻറ്റ് ഓഫർ ചെയ്യുക, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറ്റും കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 31. The normal aging process is best defined as the time when. നോർമൽ ഏജിങ് പ്രോസസ്സ് ബെസ്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏത് ടൈമിലാണ്? പീപ്പിൾ ബിക്കം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ചൈൽഡ് ലൈക്ക്, Alzheimer's disease begins, normal body functions and senses decline, people are over 65 years age. Correct answer option C ആണ്. നോർമൽ ബോഡി ഫങ്ഷൻസും സെൻസസും ഡിക്ലൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഏജിങ് പ്രോസസ്സിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ, നോർമൽ ബോഡി ഫങ്ഷൻസ് ആൻഡ് സെൻസസ് ആർ ഡിക്ലൈനിങ്. Question number 32. If a client is confused, the nurse aide should. ഒരു ക്ലയൻറ്റ് കൺഫ്യൂസ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Ignore the client until he starts to make sense. Restrain the client so that he does not hurt himself. Keep the client away from other clients. Help the client to recognize similar things and people. Correct answer option D ആണ്. അതായത് ഹെൽപ്പ് ദ ക്ലയൻറ്റ് ടു റെക്കഗ്നൈസ് ഫെമിലിയർ തിങ്സ് ആൻഡ് പീപ്പിൾ. അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഫെമിലിയർ ആയിട്ടുള്ള തിങ്സും പീപ്പിളും ആയിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 33. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റീസ്റ്റോറിംഗ് എ ഡിസേബിൾഡ് ക്ലയൻറ്റ് ടു ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഫങ്ഷനിങ് പോസിബിൾ? ഒരു ക്ലയൻറ്റിനെ, ഡിസേബിൾ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനെ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഫങ്ഷനിങ് പോസിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻസ് ആർ റെസ്പോൺസിബിലിറ്റി, റിറ്റൻഷൻ, റീഹാബിലിറ്റേഷൻ, റീഇൻകാർണേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 34. When changing an unsterile dressing, the nurse aide should wash hands. ഒരു അൺസ്റ്റെറൈൽ ഡ്രസ്സിങ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നഴ്സ് സൈഡ് ഹാൻഡ് വാഷ് ചെയ്യുക. ഇത് എപ്പോഴാണ്? ബിഫോർ ദ പ്രൊസീജിയർ, ആഫ്റ്റർ ദ പ്രൊസീജിയർ,
before and after the procedure, before after removal of the soil dressings and after the procedure. Correct answer option D ആണ്. Before, after removal of the soiled dressing and after the procedure. Soiled dressing removal ചെയ്യുന്നതിന് മുൻപും പ്രൊസീജിയറിന് ശേഷവും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലീൻ ബെഡ് ലിനൻ പ്ലേസ്ഡ് ഇൻ എ ക്ലയൻസ് റൂം ബട്ട് നോട്ട് യൂസ്ഡ് ഷുഡ് ബി. ക്ലീൻ ബെഡ് ലിനൻസ് നമ്മൾ ക്ലയൻസിൻ്റെ റൂമിൽ നമ്മൾ പ്ലേസ് ചെയ്യും. പക്ഷേ യൂസ്ഡ് ലിനൻസ് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ടു ദ ലിനൻ ക്ലോസറ്റ്, യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് ഇൻ ദ നെക്സ്റ്റ് റൂം, ടേക്കൺ ടു ദ നഴ്സ് ഇൻ ചാർജ്, പുട്ട് ഇൻ ദ ഡേർട്ടി ലിനൻ കണ്ടെയ്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുട്ട് ഇൻ ദ ഡേർട്ടി ലിനൻ കണ്ടെയ്നർ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. യൂസ് ചെയ്തത് നമ്മൾ ഡേർട്ടി ലിനൻ കണ്ടെയ്നറിൽ നമ്മൾ ഇടും. ക്വസ്റ്റ്യൻ നമ്പർ 36 നോക്കാം. ദ നഴ്സ് സെയ്ഡ് ഫൈൻഡ്സ് എ കോൺഷ്യസ് ക്ലയൻറ്റ് ലൈയിങ് ഓൺ ദ ബാത്റൂം ഫ്ലോർ. ഒരു കോൺഷ്യസ് ക്ലയൻറ്റ് ബാത്റൂം ഫ്ലോറിൽ കിടക്കുന്നത് കണ്ടു. എന്ത് ചെയ്യും? ദ ഫസ്റ്റ് തിങ് ദ നഴ്സ് സെയ്ഡ് ഷുഡ് ഡു ഈസ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം, ഹെൽപ്പ് ദ ക്ലയൻറ്റ് ഇൻ ടു സിറ്റിംഗ് പൊസിഷൻ, കോൾ ഫോർ അസിസ്റ്റൻസ് ഫ്രം ദ നഴ്സ് ഇൻ ചാർജ്, ഓഫർ ദ ക്ലയൻറ്റ് എ ഡ്രിങ്ക് ഓഫ് വാട്ടർ, ചെക്ക് ഫോർ സൈൻസ് ഓഫ് ഇഞ്ചുറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കോൾ ഫോർ അസിസ്റ്റൻസ് ഫ്രം ദ നഴ്സ് ഇൻ ചാർജ്. ക്വസ്റ്റ്യൻ നമ്പർ 37. If a nurse aide finds a client who is sad and crying, the nurse aide should. ഒരു ക്ലയൻറ്റ് അദ്ദേഹം വളരെ സാഡാണ്, അദ്ദേഹം കരയുവാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആസ്ക് ദ ക്ലയൻറ്റ് ഇഫ് സംതിങ് ഈസ് റോങ്, ടെൽ ദ ക്ലയൻറ്റ് ടു ചിയർ അപ്പ്, ടെൽ ദ ക്ലയൻറ്റ് ടു സ്റ്റോപ്പ് ക്രൈയിങ്, കോൾ ദ ക്ലയൻറ്റ്സ് ഫാമിലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അദ്ദേഹത്തിനോട് ചോദിക്കുക, ആസ്ക് ദ ക്ലയൻറ്റ് ഇഫ് സംതിങ് ഈസ് റോങ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 38. ക്ലയൻറ്റ്സ് ഹാവ് ദ റൈറ്റ് ടു. ക്ലയൻസിന് റൈറ്റ് ഉണ്ട്. എന്തിനാണ്? ഓപ്ഷൻസ് ആർ സ്മോക്ക് ഇൻ എനി ഏരിയ ഓഫ് ദ ഫെസിലിറ്റി, ഹാവ് ആക്സസ് ടു എ ടെലിഫോൺ, ഗോ എനിവെയർ ഇൻ ദ ഫെസിലിറ്റി, സി അതർ ക്ലയൻറ്റ്സ് മെഡിക്കൽ റിപ്പോർട്ട്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹാവ് ആക്സസ് ടു ടെലിഫോൺ. ടെലിഫോൺ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള റൈറ്റ് ക്ലയൻറ്റിനുണ്ട്. ക്ലയൻസിന് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, പക്ഷെ തന്നിരിക്കുന്നതിലുള്ള റൈറ്റ്സ് ഹാവ് ആക്സസ് ടു എ ടെലിഫോൺ. ക്വസ്റ്റ്യൻ നമ്പർ 39 നോക്കാം. പ്രോപ്പർ യൂസ് ഓഫ് എ വേസ്റ്റ് റെസ്ട്രെയിൻറ്റ് റിക്വയർസ് ദാറ്റ് ദ നഴ്സ് എയ്ഡ്. ഓപ്ഷൻസ് ആർ റിലീസ് ദ റെസ്ട്രെയിൻറ്റ് എവറി 4 hours, വാച്ച് ഫോർ സ്കിൻ ഇറിറ്റേഷൻ, tie restraints to the side rail, apply the restraint tightly on the clients and cannot move. Correct answer proper use of a weight restraint requires. വേസ്റ്റിൽ ഉപയോഗിക്കുന്ന റെസ്ട്രെയിൻറ്റ്, അതായത് വേസ്റ്റ് റെസ്ട്രെയിൻസിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വാച്ച് ഫോർ സ്കിൻ ഇറിറ്റേഷൻ. സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40. To prevent the spread of infection, how should the nurse aide handle the soiled linens removed from the client's bed? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി ഒരു ക്ലയൻറ്റിൻ്റെ സോയിൽഡ് ആയിട്ടുള്ള ലിനൻസ് ബെഡിൽ നിന്ന് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്? ഷേക്ക് ദം ഇൻ ദ എയർ, പ്ലേസ് ദം ഇൻ എ നീറ്റ് പൈൽ ഓൺ ദ ഫ്ലോർ, ക്യാരി ദം ക്ലോസ് ടു ദ നഴ്സ് എയ്ഡ്സ് ബോഡി, പുട്ട് ദം ഇൻ ദ ഡേർട്ടി ലിനൻ കണ്ടെയ്നർ. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, സോയിൽഡ് ലിനൻസ് നമ്മൾ ലോണ്ട്രിയിലാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുട്ട് ദം ഇൻ ദ ഡേർട്ടി ലിനൻ കണ്ടെയ്നർ. ക്വസ്റ്റ്യൻ നമ്പർ 41. എ ക്ലയൻറ്റ് നീഡ്സ് ടു ബി റീപൊസിഷൻഡ് ബട്ട് ഈസ് ഹെവി ആൻഡ് ദ nurse aide is not sure she can move the client alone. The nurse aide should. ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം, പക്ഷേ അദ്ദേഹം നല്ല ഹെവി ആണ്, ഓവർ വെയ്റ്റ് ആണ്. അപ്പോൾ നേഴ്സിന് അറിയില്ല വെദർ ഷീ ക്യാൻ മൂവ്, അദ്ദേഹത്തെ
ഒറ്റയ്ക്ക് പൊസിഷൻ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ ട്രൈ ടു മൂവ് ദ ക്ലയൻറ്റ് എലോൺ, ഹാവ് ദ ഫാമിലി ഡു ഇറ്റ്, ആസ്ക് അനദർ nurse aid to help, go on to the another task. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആസ്ക് അനദർ nurse aid to help, മറ്റൊരാളുടെ സഹായം നമ്മൾ ചോദിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 42. To prevent dehydration of the client, the nurse aid should. Dehydration പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി nurse aid എന്താണ് ചെയ്യേണ്ടത്? Offer fluid frequently while the client is awake. Wake the client hourly during the night to offer fluid. Give the client frequent bath. Feed the client salty food to increase thirst. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓഫർ ഫ്ലൂയിഡ് ഫ്രീക്വൻലി വൈ ദ ക്ലയൻറ്റ് ഈസ് അവേക്ക്. അദ്ദേഹം ഉണർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫ്ലൂയിഡ് ഓഫർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 43. When transferring a client, most of the client's weight should be supported by the nurse aids. ഒരു ക്ലയൻറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം വെയിറ്റ് നമ്മൾ ഏത് ഭാഗത്താണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ ബാക്ക്, ഷോൾഡർ, ലെഗ്, റിസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ലെഗ്സിലാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 44. To be sure that a client's weight is measured accurately, the client should be weighed. ഒരു ക്ലയൻറ്റിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ക്ലയൻറ്റിന് എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് എടുക്കേണ്ടത്? ഓപ്ഷൻസ് ആർ ആഫ്റ്റർ എ മീൽ, ബൈ എ ഡിഫറെൻറ്റ് നഴ്സ് എയ്ഡ്, അറ്റ് ദ സെയിം ടൈം ഓഫ് ദ ഡേ, ആഫ്റ്റർ എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെയിറ്റ് ലഭിക്കണം ഡെയിലി. അപ്പോൾ എന്നും നമ്മൾ സെയിം ടൈമിൽ നമ്മൾ വെയിറ്റ് എടുക്കണം. അറ്റ് ദ സെയിം ടൈം ഓഫ് ദ ഡേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഹൗ മെനി ടിപ്സ് ഡസ് എ കോഡ് കെയിൻ ബേസ് ഹാവ്? ഒരു കോഡ് കെയിൻ ബേസിൽ എത്ര ടിപ്സ് ഉണ്ട്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46 നോക്കാം. ബിഫോർ taking the oral temperature of a client who has just finished a cold drink, the nurse aid should wait. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് കോൾഡ് ഡ്രിങ്ക് കൺസ്യൂം ചെയ്ത ഒരു ക്ലയൻറ്റിന് നമുക്ക് ഓറൽ ടെമ്പറേച്ചർ എടുക്കണം. എത്ര മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം ഓറൽ ടെമ്പറേച്ചർ നമ്മൾ എടുക്കാൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 10 to 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് മാത്രമേ കോൾഡ് ഡ്രിങ്ക് കൺസ്യൂം ചെയ്ത ഒരു ക്ലയൻറ്റിൽ നിന്ന് ഓറൽ ടെമ്പറേച്ചർ നമ്മൾ എടുക്കാവൂ. ഇല്ലെങ്കിൽ റീഡിങ്സിന് ഓൾട്ടറേഷൻസ് ഉണ്ടാകും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 47. Which of the following methods is the correct way to remove a dirty isolation gown? ഒരു ഡേർട്ടി ആയിട്ടുള്ള ഐസൊലേഷൻ ഗൗൺ റിമൂവ് ചെയ്യുന്നതിനുള്ള കറക്റ്റ് വേ എന്താണ്? കറക്റ്റ് മെത്തേഡ് എന്താണ്? ഓപ്ഷൻസ് ആർ പുട്ട് ഇറ്റ് ഓവർ ദ ഹെഡ്, ലെറ്റ് ഇറ്റ് ഡ്രോപ്പ് ടു ദ ഫ്ലോർ ആൻഡ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ഇറ്റ്, റോൾ ഇറ്റ് ഡേർട്ടി സൈഡ് ഇൻ ആൻഡ് എവേ ഫ്രം ദ ബോഡി, പുൾ ഇറ്റ് ഓഫ് ബൈ ദ സ്ലീവ് ആൻഡ് ഷേക്ക് ഇറ്റ് ഔട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. റോൾ ഇറ്റ് ഡേർട്ടി സൈഡ് ഇൻ ആൻഡ് എവേ ഫ്രം ദ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What would be the best way for the nurse aide to promote client independence in bathing a client who has had a stroke? സ്ട്രോക്ക് വന്ന ഒരു ക്ലയൻറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബാത്ത് ചെയ്യാൻ ഒരു നഴ്സിന് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ഓപ്ഷൻസ് ആർ ഗീവ് ദ ക്ലയൻറ്റ് എ കംപ്ലീറ്റ് ബാത്ത് ഓൺലി വെൻ ദ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇറ്റ്, encourage the client to do as much as possible and assist as needed, leave the client alone and assume the client will do as much as she can, limit the client to washing her hands. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻകറേജ് ദ ക്ലയൻറ്റ് ടു ഡു ആസ് മച്ച് ആസ് പോസിബിൾ ആൻഡ് അസിസ്റ്റ് ആസ് നീഡഡ്. ആ ക്ലയൻറ്റിന് എത്രത്തോളം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യിപ്പിക്കുക, ബാക്കി അസിസ്റ്റ് ചെയ്യിപ്പിക്കുക.
ക്വസ്റ്റ്യൻ നമ്പർ 49 നോക്കാം. A safety device used to assist a dependent client from a bed to a chair is called. സേഫ്റ്റി ഡിവൈസസിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനെ ബെഡിൽ നിന്ന് ചെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് ഏതാണ്? ഓപ്ഷൻസ് ആർ പോസി വെസ്റ്റ്, ഹാൻഡ് റോൾ, ട്രാൻസ്ഫർ, ഗേറ്റ് ബെൽറ്റ്, ഫുഡ് ബോർഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രാൻസ്ഫർ ഗേറ്റ് ബെൽറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 50. If a nurse aide needs to wear a gown to care for a client in isolation, the nurse aide must. ഒരു നേഴ്സ് ഒരു ക്ലയൻറ്റിനെ, ഐസൊലേഷനിലുള്ള ഒരു ക്ലയൻറ്റിന് നമ്മൾ ഗൗൺ വിയർ ചെയ്യാൻ സഹായിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? വിയർ ദ സെയിം ഗൗൺ ടു കെയർ ഫോർ ഓൾ അതർ അസൈൻഡ് ക്ലയൻറ്റ്സ്. ലീവ് ദ ഗൗൺ അൺടൈഡ്. ടേക്ക് ദ ഗൗൺ ഓഫ് ബിഫോർ ലീവിംഗ് ക്ലയൻറ്റ്സ് റൂം. Take the gown off in the dirty utility room. Correct answer option C ആണ്. Take the gown off before leaving the client's room. Question number 51. When making an occupied bed, the nurse aide should. ഒരു occupied bed മേക്ക് ചെയ്യുന്നതിന് nurse aide എന്താണ് ചെയ്യേണ്ടത്? Put the dirty sheets on the floor. Help the client to sit in a chair while the bed is being made. Lower both side rails before changing the sheets. Raise side rails on unattended side. അപ്പോൾ ഓൾറെഡി പേഷ്യൻ്റ് ആ ബെഡിലുണ്ട്. അപ്പോൾ ആ ബെഡ് മേക്ക് ചെയ്യാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റേസ് സൈഡ് റെയിൽസ് ഓൺ അൺഅറ്റൻഡഡ് സൈഡ്. അറ്റൻഡ് ചെയ്യാത്ത സൈഡിലെ സൈഡ് റെയിൽസ് റേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഞ്ചുറി തടയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കാം. The nurse aide is in the employee dining room. A group of nurse aides are eating lunch together and begin discussing how rude a certain client was acting. The nurse aide should. അപ്പോൾ nurse aide ഡൈനിങ് റൂമിലാണ്, ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് റൂമിലാണ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു നഴ്സ് അവിടെ ഡിസ്കസ് ചെയ്യുവാണ്. ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് ആ നേഴ്സിനോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ജോയിൻ ഇൻ ദ കോൺവെർസേഷൻ. സജസ്റ്റ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഡിസ്കസ് ദ ക്ലയൻറ്റ്. ബി ക്വയറ്റ് ആൻഡ് നോട്ട് സേ എനിത്തിങ് ടു ദ അതർ നേഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സജസ്റ്റ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ഡിസ്കസ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള സ്ഥലമല്ല ഇതെന്ന് നമ്മൾ ആ നേഴ്സിനോട് നമ്മൾ പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 53. The nurse aide enters a client's room and the client states that he has pain. What should the nurse aide do? നമ്മളൊരു ക്ലയൻറ്റിൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പെയിൻ ഉണ്ടെന്ന് അദ്ദേഹം പറയുവാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Report it to the nurse in charge. Tell the client to get out of bed for a while. Tell the client that the pain will go away soon. Ignore the client's statement. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. റിപ്പോർട്ട് ഇറ്റ് ടു ദ നഴ്സ് ഇൻചാർജ്. നഴ്സ് ഇൻചാർജിന് റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു വാർഡിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനത്തെ ആൻസേഴ്സൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A client is upset and crying over the recent death of her husband. ഒരു ക്ലയൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് റീസെൻ്റായിട്ട് ഡെത്തായി, വളരെ വിഷമത്തിലാണ്, കരയുവാണ്. ഹൗ ഷുഡ് ദ nurse aide റെസ്പോണ്ട്? നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ടെൽ ഹെർ നോട്ട് ടു ക്രൈ ബിക്കോസ് ഇറ്റ് വിൽ മേക്ക് ഹെർ ഫീൽ സാഡ്. ക്ലോസ് ദ ഡോർ ആൻഡ് ലീവ് ദ ക്ലയൻറ്റ് ടു ക്രൈ എലോൺ. Take the client to an activity to help her forget her husband. Sit with the client and allow her to talk about her feelings. Correct answer option D ആണ്. Sit with the client and allow her to talk about her feelings. നമ്മളൊരു ഗുഡ് ലിസണർ ആവുക. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാനുള്ള, ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ടെമ്പറേച്ചർ ഈസ് കൺസിഡേർഡ് മോസ്റ്റ് ആക്യുറേറ്റ്? മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് കരുതുന്ന ടെമ്പറേച്ചർ ഏതാണ്? ഓറൽ, ആക്സിലറി, ഗ്രോയിൻ, റെക്ടൽ. കറക്റ്റ് ആൻസർ റെക്ടൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ഈസ് എ ബിഗിനിങ് സൈൻ ഓഫ് എ പ്രഷർ സോർ? ഒരു പ്രഷർ സോറിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഡെക്യുപിറ്റസ് അൾസറിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സ്വെല്ലിംഗ്, നംനെസ്, ഡിസ്കളറേഷൻ, കൂൾനെസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസ്കളറേഷൻ. Question number 57. While assisting a client with denture care, the nurse aide observes that the upper plate is cracked. The nurse aide should. ഒരു ക്ലയൻറ്റിനെ ഡെഞ്ചൽ കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്തു അപ്പർ പ്ലേറ്റിൽ ക്രാക്ക് ഉണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്ലീൻ ദ ഡെഞ്ചർ ആൻഡ് റിട്ടേൺ ദം ടു ദ ക്ലയൻറ്റ്സ് മൗത്ത്. Call the client's family, call the dentist and make an appointment, report the damage to the nurse in charge. ഇപ്പോൾ ഡെഞ്ചേഴ്സ്, അതായത് പല്ലില്ലാത്ത ഒരു ക്ലയൻറ്റിന് വേപ്പ് പല്ല് നമ്മൾ ക്ലീൻ ചെയ്യാൻ സഹായിക്കുമ്പോൾ ക്രാക്ക് ഉള്ളതായിട്ട് നമ്മൾ നോട്ട് ചെയ്താൽ നമ്മൾ എന്താണ് തിരിച്ച് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റിപ്പോർട്ട് ദ ഡാമേജ് ടു ദ നഴ്സ് ഇൻചാർജ്. ഡാമേജ് ഉണ്ടെന്ന് നഴ്സ് ഇൻചാർജിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 58 നോക്കാം. എ ന്യൂ ക്ലയൻറ്റ് റെഫ്യൂസസ് ടു വിയർ എ ക്ലോത്തിങ് പ്രൊട്ടക്ടർ അറ്റ് ലഞ്ച്. ഒരു ക്ലോത്തിങ് പ്രൊട്ടക്ടർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് വിയർ ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്തു. ദ നഴ്സ് സെയ്ഡ് ഷുഡ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടെൽ ദ ക്ലയൻറ്റ് ദാറ്റ് ഹി മസ്റ്റ് വിയർ ഇറ്റ്. പുട്ട് ദ ക്ലോത്തിങ് പ്രൊട്ടക്ടർ ഓൺ ദ ക്ലയൻറ്റ്. റിപ്പോർട്ട് ദിസ് ടു ദ നഴ്സ് ഇൻ ചാർജ്. റെസ്പെക്ട് ദ ക്ലയൻറ്റ്സ് വിഷസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റെസ്പെക്ട് ദ ക്ലയൻറ്റ്സ് വിഷസ്. അദ്ദേഹത്തിൻ്റെ വിഷ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 59. ദ നഴ്സ് എയ്ഡ് ക്യാൻ ബെസ്റ്റ് ഷോ ദാറ്റ് ഹീ ഈസ് ലിസണിങ് ടു ദ ക്ലയൻറ്റ് ബൈ. ഒരു ക്ലയൻറ്റിനെ നമ്മൾ ലിസൺ ചെയ്യുന്നു എന്ന് ക്ലയൻറ്റിനെ ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ചേഞ്ചിങ് ദ സബ്ജക്റ്റ് ഫ്രീക്വൻലി, റെസ്പോണ്ടിങ് വെൻ അപ്രോപ്രിയേറ്റ്, കറക്റ്റിംഗ് ദ ക്ലയൻറ്റ്സ് മിസ്റ്റേക്സ്, ഡയറക്റ്റിംഗ് ദ കോൺവെർസേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. റെസ്പോണ്ടിങ് വെൻ അപ്രോപ്രിയേറ്റ്. എവിടെയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ക്ലയൻറ്റിന് മനസ്സിലാകും അദ്ദേഹം പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 60 നോക്കാം. ദ ബെസ്റ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ എ ഡിസാസ്റ്റർ ഈസ്. ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർ ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്താണ്? വൈൽ ഇവാക്യുവേറ്റിംഗ് റെസിഡൻസ്, ഡ്യൂറിങ് ലഞ്ച്, വെൻ എവരിവൺ ഈസ് സേഫ്ലി ഇൻ ബെഡ്, ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തത്തിന് എപ്പോഴാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 61. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പെർട്ടോസിസ്. പെർട്ടോസിസിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഓപ്ഷൻസ് ആർ വെക്റ്റർ ട്രാൻസ്മിഷൻ, ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ഫീക്കോ ഓറൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഓപ്ഷൻ സി. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് പെർട്ടോസിസിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈം റിക്വയർഡ് ടു മെഷർ ദ മോണ്ടോക്സ് ടെസ്റ്റ്. മോണ്ടോക്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മെഷർ ചെയ്യുന്ന ടൈം പീരീഡ് എപ്പോഴാണ്? 24 to 48 hours, 48 to 72 hours, 10 to 12 hours, 2 to 4 hours. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 48 to 72 hours. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ ഓറൽ പോളിയോ വാക്സിൻ. താഴെ തന്നിരിക്കുന്നതിൽ ഓറൽ പോളിയോ വാക്സിൻ്റെ പേരേതാണ്? BCG, TAB, സാൾക്ക്, സാബിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സാബിൻ. ക്വസ്റ്റ്യൻ നമ്പർ 64. ദ ഫോളോയിങ് ആർ ദ സ്റ്റാൻഡേർഡ് ട്യൂബർകുലോസിസ് ഡ്രഗ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് ആർ ക്ലോറോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ,
INH PAS താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് ട്യൂബർകുലോസിസ് ഡ്രഗ് അല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ എക്സെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ക്ലോറോമൈസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 65. കോമ്പിനേഷൻ ഓഫ് ട്രിപ്പിൾ ആൻറ്റിജൻ. ട്രിപ്പിൾ ആൻറ്റിജൻ്റെ കോമ്പിനേഷൻ ഏതാണ്? ഓപ്ഷൻസ് ആർ DPT, BCG, TAB, ECG. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. DPT ആണ് ട്രിപ്പിൾ ആൻറ്റിജൻ്റെ കോമ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The time interval between infection of suspected person and the appearance of signs and symptoms of the disease is called. അതായത് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സസ്പെക്റ്റഡ് പേഴ്സണിലെ ഇൻഫെക്ഷൻ്റെയും അദ്ദേഹത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നതിൻ്റെയും തമ്മിലുള്ള ഒരു ടൈം പീരീഡ് ഏതാണ്? ഓപ്ഷൻസ് ആർ ക്വാറന്റൈൻ, റിക്കവറി പീരീഡ്, ഇൻക്യുബേഷൻ പീരീഡ്, ഐസൊലേഷൻ പീരീഡ്. അതായത് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ കിട്ടുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അപ്പിയർ ആകുന്നത് വരെയുള്ള പീരീഡിന് പറയുന്നതാണ് ഓപ്ഷൻ സി, ഇൻക്യുബേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 67. റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓറൽ, പൊട്ടൻഷ്യൽ, ഫീക്കോ ഓറൽ, കണ്ടാമിനേറ്റഡ് വാട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പൊട്ടൻഷ്യൽ. ക്വസ്റ്റ്യൻ നമ്പർ 68. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവറിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്? ഓപ്ഷൻസ് ആർ ഇൻട്രാവീനസ്, ഓറോഫീക്കൽ, റെസ്പിറേറ്ററി, ഡ്രോപ്ലെറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓറോഫീക്കൽ ആണ് ടൈഫോയിഡ് ഫീവറിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 69. കോസറ്റീവ് ഓർഗാനിസം ഓഫ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയുടെ കോസറ്റീവ് ഓർഗാനിസം എന്താണ്? ഓപ്ഷൻസ് ആർ മൈക്കോബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ്, കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയ, സ്റ്റെഫൈലോകോക്കസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊറിനിബാക്ടീരിയ ഡിഫ്തീരിയ. ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കാം. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മിസൽ. മിസൽസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓപ്ഷൻസ് ആർ 1 to 7 days, 7 to 14 days, 14 to 21 days, 21 to 28 days. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 7 to 14 days. ക്വസ്റ്റ്യൻ നമ്പർ 71. സൈറ്റ് ഫോർ മോണ്ടോക്സ് ടെസ്റ്റ്. മോണ്ടോക്സ് ടെസ്റ്റിൻ്റെ സൈറ്റ് ഏതാണ്? ഔട്ടർ ആൻഡ് അപ്പർ ക്വാഡ്രൻറ്റ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, ഡെൽറ്റോയിഡ് റീജിയൻ, പോസ്റ്റീരിയർ ലെഫ്റ്റ് ഫോറാം, ആൻറ്റീരിയർ ലെഫ്റ്റ് ഫോറാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആൻറ്റീരിയർ ലെഫ്റ്റ് ഫോറാമിലാണ് നമ്മൾ മോണ്ടോക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 72. മീഡിയ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ബൊവൈൻ ടൈപ്പ് ഓഫ് ട്യൂബർക്കിൾ ബാസില്ലൈ. ബൊവൈൻ ടൈപ്പ് ട്യൂബർക്കിൾ ബാസില്ലയുടെ മീഡിയ ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഓപ്ഷൻസ് ആർ മിൽക്ക്, വാട്ടർ, എയർ, ഫുഡ്. കറക്റ്റ് ആൻസർ മിൽക്ക് ആണ്. 73 നോക്കാം. പെയിൻഫുൾ മെക്ചുറിഷൻ. പെയിൻഫുൾ മെക്ചുറിഷന് പറയുന്ന പേര്? എന്യൂറസിസ്, ഡിസ്യൂറിയ, റിറ്റൻഷൻ ഓഫ് യൂറിൻ, ഡയേറിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസ്യൂറിയ. ക്വസ്റ്റ്യൻ നമ്പർ 74. എമൗണ്ട് ഓഫ് സൊല്യൂഷൻ യൂസ്ഡ് ഫോർ ഇവാക്യുവൻ്റ് എനിമ ഇൻ അഡൾട്ട്. അഡൾട്ടിൽ ഇവാക്യുവൻ്റ് എനിമയ്ക്ക് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. 100 to 250 ml, 250 to 350 ml, 500 to 1000 ml, 1000 to 1500 ml. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 500 to 1000 ml ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 75. ഡ്രഗ്സ് യൂസ്ഡ് ടു റിലീവ് പെയിൻ. പെയിൻ റിലീവിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻസ് നോക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി പൈററ്റിക്, ആൻറ്റിബയോട്ടിക്, അനാൽജസിക്. കറക്റ്റ് ആൻസർ അനാൽജസിക്സ് ആണ്.
പെയിൻ റിലീവിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ ടെസ്റ്റിസ്. ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഈസ്ട്രോജൻ, പിറ്റോസിൻ, ആൻഡ്രോജൻ, പ്രൊജസ്ട്രോൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മെയിൽ ഹോർമോൺ ആണ് ആൻഡ്രോജൻസ്. സോ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രോജനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 77. 1 ടീസ്പൂൺ കണ്ടെയ്ൻ ഡാഷ് ml. ഒരു ടീസ്പൂണിൽ എത്ര ml ഉണ്ട്? ഓപ്ഷൻസ് നോക്കാം. 2 ml, 5 ml, 10 ml, 15 ml. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 5 ml ആണ്. ഒരു ടീസ്പൂണിൽ 5 ml. ക്വസ്റ്റ്യൻ നമ്പർ 78. 1 ml കണ്ടെയ്ൻസ് ഡാഷ് ഡ്രോപ്സ്. ഒരു ml ഏകദേശം എത്ര ഡ്രോപ്സ് അടങ്ങിയിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. 5 drops, 10 drops, 15 drops, 20 drops. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 15 drops. ക്വസ്റ്റ്യൻ നമ്പർ 79. ആവറേജ് വെയിറ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബി. ന്യൂ ബോൺ ബേബിയുടെ ആവറേജ് വെയിറ്റ്. ഓപ്ഷൻസ് ആർ 2 kg, 4 kg, 3 kg, 5 kg. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 3 kg. ക്വസ്റ്റ്യൻ നമ്പർ 80. How much salt must be added to 1 liter of water to make a solution of normal saline? ഒരു നോർമൽ സലൈൻ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി 1 ലിറ്റർ വാട്ടറിൽ എത്ര സോൾട്ടാണ് ആഡ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് ആർ 2 gram, 5 gram, 6 gram, 9 gram. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 9 gram സോൾട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81 നോക്കാം. നമ്പർ ഓഫ് വെർട്ടിബ്ര ഇൻ ദ സാക്രം. സാക്രത്തിലുള്ള വെർട്ടിബ്രയുടെ എണ്ണം. ഓപ്ഷൻസ് നോക്കാം. 5, 3, 4, 1. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നമ്പർ ഓഫ് ക്രോമസോം ഇൻ ദ സെൽ. സെല്ലിലുള്ള ക്രോമസോംസ്. ഓപ്ഷൻസ് ആർ 23, 44, 46, 40. കറക്റ്റ് ആൻസർ 46 ആണ്. നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് 46. ക്വസ്റ്റ്യൻ നമ്പർ 83. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഓഫ്. ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എന്തിൻ്റെ പെർസിസ്റ്റൻസ് കൊണ്ടാണ്? ഓപ്ഷൻസ് ആർ ഫൊറാമൻ ഓവലെ, ഡക്ടസ് ആർട്ടീരിയോസിസ്, ഡക്ടസ് വീനോസിസ്, മിട്രൽ വാൾവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫൊറാമൻ ഓവലെ. ക്വസ്റ്റ്യൻ നമ്പർ 84. ഡാഷ് ഈസ് എ വാട്ടർ സോല്യബിൾ വിറ്റാമിൻ. വാട്ടർ സോല്യബിൾ വിറ്റാമിൻ ഉദാഹരണം. ഓപ്ഷൻസ് ആർ വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി. കറക്റ്റ് ആൻസർ വിറ്റാമിൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 85. ക്യുക്കനിങ് മീൻസ്. ക്യുക്കനിങ് എന്താണ്? OBG ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഹിയറിംഗ് ഓഫ് ദ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, സഡൻ സെസേഷൻ ഓഫ് മെൻസ്ട്രേഷൻ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ഇൻ ദ യൂട്രസ് ഫെൽറ്റ് ബൈ ദ മദർ, നോസിയ ആൻഡ് വോമിറ്റിംഗ് ഇൻ ദ മോർണിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ഇൻ ദ യൂട്രസ് ബൈ ദ മദർ. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്, അമ്മയ്ക്ക് ഫെൽറ്റ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ദ യൂട്രസ്. ക്വസ്റ്റ്യൻ നമ്പർ 86 നോക്കാം. കോളറ ഈസ് കോസ്ഡ് ബൈ എ കൈൻഡ് ഓഫ് ബാക്ടീരിയം കോൾഡ്. കോളറ ഉണ്ടാക്കുന്നത് ഏത് തരത്തിലുള്ള ബാക്ടീരിയാസ് ആണ്? ട്യൂബർക്കിൾ ബാസില്ല, വിബ്രിയോ കോളറ, പ്രോട്ടോസോവ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. കറക്റ്റ് ആൻസർ വിബ്രിയോ കോളറ. ക്വസ്റ്റ്യൻ നമ്പർ 87. ഡ്രിങ്കിങ് ഓഫ് ആൽക്കഹോൾ വിൽ സിവിയർലി അഫക്ട്സ് ദ. ആൽക്കഹോൾ അധികമായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യും? കിഡ്നി, ബ്രെയിൻ, സ്റ്റൊമക്, ലിവർ. കറക്റ്റ് ആൻസർ ലിവർ ആണ്. ഓപ്ഷൻ ഡി. ഇറ്റ് വിൽ ലീഡ്സ് ടു സിറോസിസ് ഓഫ് ലിവർ. ക്വസ്റ്റ്യൻ നമ്പർ 88. ദ ഡിസീസ് ഇൻ വിച്ച് ദ പേഷ്യൻസ് ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഈസിലി. ഒരാളുടെ ബ്ലഡ്, ക്ലയൻസിൻ്റെ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥ. ഓപ്ഷൻസ് ആർ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, റാബീസ്, ഡയബറ്റീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹീമോഫീലിയയിലാണ് ക്ലയൻറ്റിൻ്റെ ബ്ലഡ് ക്ലോട്ട് ആകാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കളറേഷൻ ഓഫ് ടീത്ത് ഈസ് കോസ്ഡ് ബൈ എ കൈൻഡ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കോൾഡ്. ആൻറ്റിബയോട്ടിക്സ് കാരണം
ടീത്തിന് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നതിന് പറയുന്നത്? ഓപ്ഷൻസ് ആർ സ്ട്രെപ്റ്റോമൈസിൻ, നിയോമൈസിൻ, ടെട്രാസൈക്ലിൻ, പെനിസിലിൻ. അപ്പോൾ ടെട്രാസൈക്ലിൻ ആണ് ടീത്തിന് ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്ന ആന്റിബയോട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് കോസ്ഡ് ബൈ ദ ഫംഗസ്. ഡാഷ് ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഓപ്ഷൻസ് ആർ മലേറിയ, അത്ലറ്റിസ് ഫുഡ്, ഫൈലേറിയാസിസ്, ടൈഫസ് ഫീവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അത്ലറ്റ്സ് ഫുഡ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ്, മറക്കല്ല്. ഡാഷ് ഈസ് കോസ്ഡ് ബൈ ദ ഫംഗസ്, അത്ലറ്റ്സ് ഫുഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 91. ദ ഫൈലേറിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഡാഷ്. ഫൈലേറിയാസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡാഷിലൂടെയാണ്. ഓപ്ഷൻസ് ആർ അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ, അനോഫിലസ് മെയിൽ മൊസ്കിറ്റോ, ക്യൂലെക്സ് ഫീമെയിൽ മൊസ്കിറ്റോ, ക്യൂലെക്സ് മെയിൽ മൊസ്കിറ്റോ. ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാം സെയിം ആയിട്ട് നമുക്ക് തോന്നും. കറക്റ്റ് ആൻസർ സി ആണ്, ക്യൂലെക്സ് ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ് ഫൈലേറിയാസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 92. ദ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ നോ ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻസ് ആർ എ, ബി, ഒ, എ ബി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എ ബിയിലാണ് ആൻറ്റിബോഡീസ് ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 93. ദ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്ട് ഈസ് ഡാഷ്. സെക്ഷൽ കോണ്ടാക്റ്റിൽ കൂടി പകരുന്ന ഡിസീസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലെപ്രസി, എയ്ഡ്സ്, ഇച്ചസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എയ്ഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 94 നോക്കാം. ടൈഫോയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഡാഷ്. ടൈഫോയിഡ് ഉണ്ടാകുന്നത് ഡാഷിലൂടെയാണ്. ഓപ്ഷൻസ് ആർ വാട്ടർ ആൻഡ് ഫുഡ്, എയർ, ടച്ച്, പേഴ്സണൽ കോണ്ടാക്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വാട്ടർ ആൻഡ് ഫുഡിലൂടെയാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 95. ഡാഷ് ഈസ് എക്സാമ്പിൾ ഫോർ ദ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻസ് ആർ കോൾഡ്, ടൈഫോയിഡ്, ടൈഫസ് ഫീവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടൈഫോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ഗെറ്റ് ബൈ ദ ബോഡി ആഫ്റ്റർ ദ ഫസ്റ്റ് അറ്റാക്ക് ഓഫ് ഡിസീസ്. ഒരു ഡിസീസിൻ്റെ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എന്താണ്? ഓപ്ഷൻസ് നോക്കാം. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. കറക്റ്റ് ആൻസർ അക്വേർഡ് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഡിസീസിൻ്റെ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 97. ദ സെൽസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷന് സഹായിക്കുന്ന സെൽസ് ഏതാണ്? എന്തിൻ്റെ പ്രൊഡക്ഷന്? ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷന്. ഓപ്ഷൻസ് നോക്കാം. റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, WBC. ആൻറ്റിബോഡി പ്രൊഡക്ഷന് സഹായിക്കുന്ന സെൽസ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 98. എ ഹെൽത്തി പേഴ്സൺ ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ഡാഷ് ഓർ ഡാഷ് ടൈംസ് എ ഇയർ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണ് ബ്ലഡ് എപ്പോഴൊക്കെയാണ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻസ് നോക്കാം. 6 or 7, 5 or 6, 3 or 4, 2 or 3. കറക്റ്റ് ആൻസർ 3 or 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 99. റേഡിയോ ആക്റ്റീവ് കൊബാൾട്ട് ആൻഡ് റേഡിയം ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡാഷ് ഡിസീസസ്. റേഡിയോ ആക്റ്റീവ് കൊബാൾട്ടും റേഡിയമും എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ആർ കോളറ, ഹീമോഫീലിയ, ക്യാൻസർ, സിക്കിൾ സെൽ അനീമിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ക്യാൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 100. വേൾഡ് ഹെൽത്ത് ഡേ ഈസ് ഓൺ ഡാഷ്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, എന്നാലും നമ്മൾ തെറ്റിക്കും. ഓപ്ഷൻസ് നോക്കാം. മെയ് 12, ഏപ്രിൽ 7, ഏപ്രിൽ 30, ഡിസംബർ 18. കറക്റ്റ് ആൻസർ ഏപ്രിൽ 7 ആണ് വേൾഡ് ഹെൽത്ത് ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു റിലീവ് ഫ്രം ഡിസ്നിയ ദ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ടു ബി യൂസ്ഡ് ഈസ്. ഡിസ്നിയയിൽ നിന്ന് റിലീവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഏതാണ്? ഓപ്ഷൻസ് ആർ
prone position, supine position, side lying position, Fowler's position. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫൗളേഴ്സ് പൊസിഷൻ ഒരു ക്ലയൻറ്റിന് നൽകി കഴിയുമ്പോൾ ഡിസ്നിയ കുറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ പെർ ഡേ. ഒരു പ്രഗ്നൻറ്റ് വുമണിന് ആവശ്യമായ പ്രോട്ടീൻ, ഒരു ദിവസം ആവശ്യമായ പ്രോട്ടീൻ എത്ര ഗ്രാമാണ്? ഓപ്ഷൻസ് ആർ 50 gram, 55 gram, 60 gram, 65 gram. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 55 gram. Next question, the fundus is at the level of umbilicus during dash week of pregnancy. പ്രഗ്നൻസിയുടെ ഏത് വീക്കിലാണ് ഫണ്ടസ് അംബിലിക്കസിൻ്റെ ലെവലിന് തുല്യമാകുന്നത്? ഓപ്ഷൻസ് നോക്കാം. 16, 20, 24, 28. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 24 വീക്സിലാണ് ഫണ്ടസ് ഈസ് അറ്റ് ദ ലെവൽ ഓഫ് അംബിലിക്കസ്. ഫണ്ടസ് FUNDUS. Next question, total weight gain during pregnancy is. പ്രഗ്നൻസി സമയത്ത് ഒരു ലേഡിക്ക് ഏകദേശം എത്ര വെയിറ്റ് ഗെയിൻ ഉണ്ടാകും? ഓപ്ഷൻസ് ആർ 7 to 8 kilogram, 10 to 11 kilogram, 13 to 14 kilogram, 15 to 16 kilogram. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 13 to 14 kg വെയിറ്റ് ആണ് ഒരു പ്രഗ്നൻറ്റ് ലേഡി ഗെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബർത്ത് വെയിറ്റ് ഓഫ് ദ ബേബി ഡബിൾസ് അറ്റ് ദ ഏജ് ഓഫ്. കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ് ഡബിൾ ആകുന്നത് എപ്പോഴാണ്? 3 months, 6 months, 9 months, 12 months. കറക്റ്റ് ആൻസർ 6 monthsലാണ് കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ് ഡബിൾ ആകുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം വ്യക്തമായിട്ട് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫൻസി പീരീഡ് ഈസ് ഫ്രം. ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ബർത്ത് ടു 1 month, 1 month to 1 year, 1 year to 3 year, 3 year to 5 year. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻഫൻസി എന്ന് പറയുന്നത് 1 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ആർ ദ സൈൻ ഓഫ് ഡീഹൈഡ്രേഷൻ എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ സൈൻസ്, ഡീഹൈഡ്രേഷൻ്റെ സൈൻ അല്ലാത്തത് ഏതാണ്? സങ്കൻ ടിയർലെസ് ഐസ് ഡീഹൈഡ്രേഷൻ്റെ സൈനാണ്. ലോസ് ഓഫ് സ്കിൻ ഇലാസ്റ്റിസിറ്റി അത് ഡീഹൈഡ്രേഷൻ്റെ സൈനാണ്. ഡിപ്രസ്ഡ് ഫൊണ്ടനല്ലേ ഡീഹൈഡ്രേഷൻ്റെ സൈനാണ്. അപ്പോൾ ഓപ്ഷൻ സി ഡയൂറസീസ് ആണ് ഡീഹൈഡ്രേഷൻ്റെ സൈൻ അല്ലാത്തത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ കണ്ടന്റ് ഓഫ് ORS എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നത് ORSൻ്റെ കണ്ടന്റ് ആണ്, പക്ഷെ ഒരെണ്ണം അതിൽ ORSൻ്റെ കണ്ടന്റ് അല്ല. അതേതാണ്? ഓപ്ഷൻസ് നോക്കാം. സോഡിയം ക്ലോറൈഡ് ORSൻ്റെ കണ്ടന്റ് ആണ്. ഷുഗർ, പൊട്ടാസ്യം ക്ലോറൈഡ് ഇതെല്ലാം ORSൻ്റെ കണ്ടന്റ്സ് ആണ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ദ ORS. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് മാൽന്യൂട്രീഷൻ ആർ ദ ഫോളോയിങ് എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ മാൽന്യൂട്രീഷൻ്റെ ഫോംസ് അല്ലാത്തത് ഏതാണ്? മോസ്റ്റ് കോമൺ ഫോം അല്ലാത്തത്. ഓപ്ഷൻസ് ആർ ബെറിബെറി, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, മരാസ്മസ്, കോഷിയോർക്കർ. കറക്റ്റ് ആൻസർ ബെറിബെറി ആണ് മോസ്റ്റ് കോമൺ ഫോം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് കോഴ്സ് ഓഫ് ഓറൽ പിൽ ഷുഡ് ബി സ്റ്റാർട്ടഡ് ഓൺ ദ ഡാഷ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. അതായത് ഓറൽ പിൽസിൻ്റെ ആദ്യത്തെ കോഴ്സ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എത്രാമത്തെ ഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. 2nd day, 7th day, 5th day, 10th day. കറക്റ്റ് ആൻസർ 5ാമത്തെ ദിവസം മുതലാണ് നമ്മൾ ഓറൽ പിൽസ് സ്റ്റാർട്ട് ചെയ്തത്. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 5ാമത്തെ ദിവസം മുതൽ. അടുത്ത ചോദ്യം, ദ ഫോളോയിങ് ആർ ദ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എക്സെപ്റ്റ്. കോൺട്രാസെപ്ഷൻ്റെ നാച്ചുറൽ മെത്തേഡ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഫോയം ടാബ്ലറ്റ്, ബേസൽ മെറ്റബോളിക് ടെമ്പറേച്ചർ, റിതം മെത്തേഡ്, സേഫ് പീരീഡ്. ഇതിൽ ബേസൽ മെറ്റബോളിക് ടെമ്പറേച്ചർ നാച്ചുറൽ മെത്തേഡാണ്, റിതം മെത്തേഡ് നാച്ചുറൽ മെത്തേഡാണ്, സേഫ് പീരീഡ് നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ ഫോയം ടാബ്ലറ്റ്സ് ഈസ് നോട്ട് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പെർമനൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. പെർമനൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? MTP, ഡയഫ്രം, ട്യൂബെക്ടമി, ഡയലറ്റേഷൻ ആൻഡ് ക്യൂററ്റേജ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ട്യൂബെക്ടമി. ട്യൂബെക്ടമിയാണ് പെർമനൻറ്റ് മെത്തേഡ് ഓഫ്
sterilization. Next question. The following organs are situated in the abdominal cavity except. താഴെ തന്നിരിക്കുന്നതിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത ഓർഗൻ ഏതാണ്? സ്റ്റൊമക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. ലിവർ ഈസ് ഇൻ അബ്ഡോമിനൽ ക്യാവിറ്റി. സ്പ്ലീൻ ഓൾസോ ഇൻ അബ്ഡോമിനൽ ക്യാവിറ്റി. സോ ഈസോഫാഗസ് ഈസ് നോട്ട് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസോഫാഗസ് ആണ്. Next question. The system of body which helps for the removal of waste matter from body. ശരീരത്തിലെ വേസ്റ്റ് മാറ്റർ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റം, ബോഡി സിസ്റ്റം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം. കറക്റ്റ് ആൻസർ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും കൺഫ്യൂസ് ആവും. ഓപ്ഷൻസ് ആർ 306, 206, 106, 406. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 206. അടുത്ത ചോദ്യം. എറപ്ഷൻ ഓഫ് ടീത്ത് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് മന്ത്. കുഞ്ഞുങ്ങളിൽ പല്ല് മുളയ്ക്കുന്ന മാസം ഏതാണ്? എത്ര മാസം മുതലാണ് പല്ല് മുളയ്ക്കുന്നത്? ഓപ്ഷൻസ് ആർ 4 months, 6 months, 8 months, 10 months. യൂഷ്വലി 6 months മുതൽ എറപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ടീത്ത് എറപ്റ്റായി തുടങ്ങും. അടുത്ത ചോദ്യം നോക്കാം. ദ നെർവ് വിച്ച്, സോറി അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദ നെർവ് ആണ്. ദ നെർവ് വിച്ച് ക്യാരി മെസ്സേജ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് മസിൽസ് ആൻഡ് ഗ്ലാൻസ്. അപ്പോൾ നെർവിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ബ്രെയിന്, സ്പൈനൽ കോഡ്, മസിൽസ് ആൻഡ് ഗ്ലാൻസിലേക്ക് മെസ്സേജ് ക്യാരി ചെയ്യുന്ന നെർവ് ഏതാണ്? മോട്ടോർ നെർവ്, സെൻസറി നെർവ്, മിക്സഡ് നെർവ്, ഓട്ടോണോമിക് നെർവ്. കറക്റ്റ് ആൻസർ മോട്ടോർ നെർവാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്പീച്ച് സെൻറ്റർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. നമ്മുടെ ശരീരത്തിൽ സ്പീച്ച് സെൻറ്റർ, ബ്രെയിനിൽ സ്പീച്ച് സെൻറ്റർ എവിടെയാണ്? പറൈറ്റൽ ലോബ്, ഫ്രണ്ടൽ ലോബ്, ഒക്സിപിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പറൈറ്റൽ ലോബിലാണ് സ്പീച്ച് സെൻറ്റർ. പറൈറ്റൽ ലോബിലാണ് സ്പീച്ച് സെൻറ്റർ. അടുത്ത ചോദ്യം. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ശരീരത്തിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, അനാട്ടമി ചോദ്യം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ലിവർ, ഗോൾ ബ്ലാഡർ. കറക്റ്റ് ആൻസർ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെഡ് കൺട്രോൾ ഓഫ് ദ ഇൻഫൻറ്റ് ഒക്കേഴ്സ് അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് മന്ത്. കുഞ്ഞിന് ഹെഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കൺട്രോൾ തുടങ്ങുന്നത് എത്രാമത്തെ മാസം മുതലാണ്? ഓപ്ഷൻസ് നോക്കാം. 2, 3, 5, 6. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 5 months മുതലാണ് കുഞ്ഞിന് ഹെഡ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്യൂപ്പേറിയം ഈസ് ദ പീരീഡ് ബിഗിൻസ്. പ്യൂപ്പേറിയം എന്ന് പറയുന്ന ഒരു പീരീഡ് തുടങ്ങുന്നത് എപ്പോഴാണ്? തുടങ്ങുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് സൂൺ ആസ് ദ പ്ലാസൻറ്റ ഈസ് എക്സ്പെൽഡ് ആൻഡ് ലാസ്റ്റ് ഫോർ 6 to 8 weeks. As soon as the baby is expelled and lasts for 6 to 8 weeks. As soon as the membrane rupture and lasts for 6 to 8 weeks. As soon as the placenta is expelled and lasts for 10 to 12 weeks. Correct answer option A ആണ്. പ്ലാസൻ്റ എക്സ്പെൽഡ് ആയി 6 മുതൽ 8 ആഴ്ച വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് പ്യൂപ്പേറിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the umbilical cord lies in front of the presenting part and the membranes are intact, it is known as. umbilical cord presenting പാർട്ടിൻ്റെ ഫ്രണ്ടിൽ ലൈ ആകുകയും മെമ്മറൈൻസ് ഇൻടാക്റ്റ് ആകുകയും ചെയ്യുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻസ് ആർ കോഡ് പ്രൊലാപ്സ്, കോഡ് പ്രസൻറ്റേഷൻ, കോഡ് പൾസേഷൻ, കോഡ് ഡെലിവറി. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. umbilical cord lies in front of the presenting part. So code presentation. Option B ആണ് correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ്. മെൻസ്ട്രൽ സൈക്കിൾ ഒരു സ്ത്രീയിൽ, ഒരു പെൺകുഞ്ഞിൽ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന ആ ഒരു സമയത്തിനാണ് മെനാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ആർ ഓവുലേഷൻ, മെൻസ്ട്രേഷൻ, മെനാർക്കി, മെനോപോസ്. മെനോപോസ് അറിയാം നമുക്ക്, സ്റ്റോപ്പേജ് ഓഫ് മെൻസസ് ആണ്. മെൻസ്ട്രേഷൻ അറിയാം, മന്ത്ലി മെൻസ്ട്രൽ സൈക്കിളാണ് മെൻസ്ട്രേഷൻ.
ഓവുലേഷൻ, റിലീസ് ഓഫ് എഗ്സ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മെനാർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ ബ്ലഡ് യൂറിയ ലെവൽ. ബ്ലഡ് യൂറിയയുടെ നോർമൽ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 40 to 60 mg%, 20 to 40 mg%, 10 to 20 mg%, 80 to 120 mg%. കറക്റ്റ് ആൻസർ 20 to 40 mg% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈറ്റ്സ്. 1 gram കാർബോഹൈഡ്രേറ്റ് എത്ര കലോറി കിട്ടും? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്, ന്യൂട്രീഷൻ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 4 കലോറി, 8 കലോറി, 9 കലോറി, 1 കലോറി. കറക്റ്റ് ആൻസർ 4 കലോറിയാണ്. 1 gram കാർബോഹൈഡ്രേറ്റ് ഗീവ്സ് 4 കലോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മെത്തേഡ് ഓഫ് മേക്കിംഗ് ദ വിക്ടിം ടു ബ്രീത്ത് പാസീവ്ലി. ഒരു വിക്ടിമിനെ പാസീവായിട്ട് ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കിയാലോ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ, ഡീപ്പ് ബ്രീത്തിങ്, കുസ്മോൾ ബ്രീത്തിങ്. കറക്റ്റ് ആൻസർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അടുത്ത ചോദ്യം, മിനിറ്റ് ദിസ് വാൾഡ് ബ്ലഡ് വെസൽസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ആർട്ടറീസ് ആൻഡ് ബിഗിനിങ് ഓഫ് വെയിൻ ഈസ് കോൾഡ്. മൈന്യൂട്ട് ദിസ് വാൾഡ് ബ്ലഡ് വെസൽസ് ബിറ്റ്വീൻ, അതായത് മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ആർട്ടറി, ആർട്ടറിയുടെ എൻഡിങ്ങിലും വെയിൻസിൻ്റെ ബിഗിനിങ്ങിലും കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള തിൻ വാൾഡ് ബ്ലഡ് വെസൽസ് ആണ്. മൈന്യൂട്ട് തിൻ വാൾഡ് ബ്ലഡ് വെസൽസിനെ എന്താണ് വിളിക്കുന്നത്? ദിസ് തിൻ, അതിൻ്റെ പേരാണ്. ഓപ്ഷൻസ് നോക്കാം. ആർട്ടറി, വെയിൻ, കാപ്പിലറീസ്, ആൽവിയോളൈ. ആർട്ടറി അല്ല, വെയിൻസ് അല്ല, ആൽവിയോളൈ ലങ്സിലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് കാപ്പിലറീസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എ വേസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ആൻഡ് എക്സ്ഹെയിൽഡ് ത്രൂ ദ ലങ്സ് ഈസ്. ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ഗ്യാസ്, അത് ലങ്സിൽ കൂടി എക്സ്ഹെയിൽ ചെയ്യും. ആ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ പെറോക്സൈഡ്, ഓക്സിജൻ. ഓക്സിജൻ അല്ലാന്ന് എന്തായാലും അറിയാം. കറക്റ്റ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ മൂവിങ് ഓഫ് ബോൺസ് ഔട്ട് ജോയിൻറ്റ്. ജോയിൻറ്റിൽ നിന്ന് ബോൺസ് ഔട്ടാകുന്ന അവസ്ഥ. ഫ്രാക്ചർ, സ്പ്രെയിൻ, സ്ട്രെയിൻ, ഡിസ്ലൊക്കേഷൻ. കറക്റ്റ് ആൻസർ ഡിസ്ലൊക്കേഷൻ ആണ്. നമ്മുടെ ജോയിൻറ്റിൽ നിന്ന് ബോൺസ് പുറത്തേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് ഡിസ്ലൊക്കേഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. എ ട്യൂബ് ഓഫ് മസ്കുലാർ ടിഷ്യൂ ക്യാരിയിങ് ഇൻജസ്റ്റഡ് ഫുഡ് ഫ്രം ദ മൗത്ത് ടു സ്റ്റൊമക്ക്. ഇൻജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ മൗത്തിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ക്യാരി ചെയ്യുന്ന ട്യൂബ് ലൈക്ക് മസ്കുലാർ ടിഷ്യൂവിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഈസോഫാഗസ്, ഡിയോഡിനം, ട്രക്കിയ, ഫാരിങ്സ്. കറക്റ്റ് ആൻസർ ഈസോഫാഗസ്. ഓപ്ഷൻ എ ആണ് ഈസോഫാഗസ്. അടുത്ത ചോദ്യം, എ റെഡ് പിഗ്മെന്റ് ഇൻ ദ ബ്ലഡ് സെൽ വിച്ച് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ക്യാരിയിങ് ദം. നമ്മുടെ ബ്ലഡിലുള്ള ഒരു റെഡ് പിഗ്മെന്റ്, അത് ഓക്സിജനുമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും കമ്പൈൻ ചെയ്യുന്നു. ഓപ്ഷൻസ് നോക്കാം. റെഡ് ബ്ലഡ് സെൽ, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹീമോഗ്ലോബിൻ ആണ്. അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ സഫറർ എബൌട്ട് ഹിസ് ഇൽനസ്. ഒരു സഫറർ, ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇൽനസിനെ കുറിച്ച് നൽകുന്ന ഇൻഫർമേഷൻ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. സൈൻ, സിംറ്റം, ഒബ്സർവേഷൻ, ഡയഗ്നോസിസ്. ഒബ്സർവേഷൻ അല്ല, ഡയഗ്നോസിസ് അല്ല, സൈൻ അല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിംറ്റം. അടുത്ത ചോദ്യം, ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് ഡാഷ്. നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാരൻഹീറ്റ് ചോദിച്ചാൽ നമ്മൾ എഴുതും, സെൽഷ്യസിൽ ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആവും. കറക്റ്റ് ആൻസർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻസ് 35, 40, 42,
സെൽഷ്യസിലാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ആർട്ടീരിയൽ ബ്ലീഡിംഗ് ഈസ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് നോക്കാം. ബ്രൈറ്റ് റെഡ് ഇൻ കളർ, സ്പൺസ് അറ്റ് ഈച്ച് കൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട്, ഫ്ലോ ഈസ് പൾസറ്റൈൽ, ഡാർക്ക് റെഡ് ഇൻ കളർ. ആർട്ടീരിയൽ ബ്ലീഡിങ് കാരണം നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്? ഡാർക്ക് റെഡ് ഇൻ കളറായിട്ട് മാറും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ആൻ ഏജന്റ് ദാറ്റ് ഹാസ് പവർ ടു കിൽ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പവറുള്ള ഒരു ഏജന്റ് ഏതാണ്? കില്ല് ചെയ്യാനുള്ള പവറുള്ള ഓർഗാനിസമാണ് ഏജന്റാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. ഓപ്ഷൻസ് ആർ ബാക്ടീരിയോസ്റ്റാറ്റ്, ബാക്ടീരിയോസൈഡ്, ആൻറ്റിസെപ്റ്റിക്, ബാക്ടീരിയോസ്റ്റാസിസ്. അപ്പോൾ കില്ല് ചെയ്യാനുള്ള പവറുള്ള ഏജന്റ് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ബാക്ടീരിയോസൈഡ് ആണ്. അടുത്ത ചോദ്യം, സ്ട്രെങ്ത് ഓഫ് സാവ്ലോൺ ഫോർ ക്ലീനിങ് ഓഫ് വൂണ്ട്. ഒരു വൂണ്ട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാവ്ലോണിൻ്റെ പ്രൊപ്പോർഷൻ 1:10, 1:100, 1:1000, 1:10,000. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1:10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്. ടങ്ങിൻ്റെ ഇൻഫ്ലമേഷൻ എന്താണ്? ഓപ്ഷൻസ് ആർ ഗ്ലോസൈറ്റിസ്, ജിഞ്ചിവൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, പരോട്ടൈറ്റിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്ലോസൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ പ്രീഡിസ്പോസിങ് കോസ് ഫോർ ബെഡ് സോർ എക്സെപ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ബെഡ് സോർ ഉണ്ടാകാനുള്ള കോസസ് ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഒരെണ്ണം മാത്രം ബെഡ് സോർ ഉണ്ടാക്കുന്ന കോസ് അല്ല. ഓപ്ഷൻസ് നോക്കാം. ഇമ്പയർഡ് സർക്കുലേഷൻ, ലോവേർഡ് വൈറ്റലിറ്റി, എമാസിയേഷൻ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻസും ബെഡ് സോർ ഉണ്ടാക്കും. അനോറക്സിയ വിൽ നോട്ട് കോസ് ബെഡ് സോർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 140, ഇനബിലിറ്റി ടു സ്ലീപ്പ് ഈസ് ടേംഡ് ആസ്. ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഉറക്കമില്ലാത്തൊരവസ്ഥയ്ക്ക് പറയുന്ന പേര്. ഡിസ്പെപ്സിയ, ഡിപ്സ്നിയ, അനോറക്സിയ, ഇൻസോംനിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൻസോംനിയ. അടുത്ത ചോദ്യം നോക്കാം. ടൊബാക്കോ കണ്ടെയ്ൻസ് എ പോയിസണസ് സബ്സ്റ്റൻസ് കോൾഡ്. ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന പോയിസണസ് സബ്സ്റ്റൻസ് ഏതാണ്? നിക്കോട്ടിൻ, നാർക്കോട്ടിക്സ്, ആൽക്കഹോൾ, കഫീൻ. കറക്റ്റ് ആൻസർ ആണ് നിക്കോട്ടിൻ. അടുത്ത ചോദ്യം, എ ഡിസീസ് കോസ്ഡ് ബൈ അലർജിക് ഡിസീസ് ഈസ് കോൾഡ്. അലർജിക് ഡിസീസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആസ്മ, ട്യൂബർകുലോസിസ്, ക്യാൻസർ, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആസ്മയാണ് അലർജിക് ഡിസീസ്. അടുത്ത ചോദ്യം, ആൻ അഡൾട്ട് ഹാസ് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബോഡി. ഒരു അഡൾട്ടിന് ബോഡിയിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. 7 to 8 ലിറ്റർ, 5 to 6 ലിറ്റർ, 9 to 10 ലിറ്റർ, 2 to 3 ലിറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അഡൾട്ടായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ 5 മുതൽ 6 ലിറ്റർ ബ്ലഡ് കാണും. ക്വസ്റ്റ്യൻ നമ്പർ 144, സെവറൽ പേഴ്സൺസ് ഇൻ എ ടൗൺ ഗോട്ട് ദ അറ്റാക്ക് ഓഫ് ലുക്കീമിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി പോസിബിൾ റീസൺ ഫോർ ദാറ്റ്. ഒരു ടൗണിൽ ഒരുപാട് ആൾക്കാർക്ക് ലുക്കീമിയ ഉണ്ടായി. അപ്പോൾ എന്തായിരിക്കും കോസ്? എക്സ്പോസ് ടു റേഡിയേഷൻ, ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ, സ്മോക്കിംഗ്, ബ്രീത്തിങ് ഇൻ ഇംപ്യൂർ എയർ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ആൻസർ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ. റേഡിയേഷന് എക്സ്പോസ്ഡ് ആണ്. അടുത്ത ചോദ്യം, ദ എനർജി വാല്യൂ ഓഫ് ഡാഷ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് അതേഴ്സ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെതാണ് എനർജി വാല്യൂ കൂടുതൽ? ഓപ്ഷൻസ് നോക്കാം. ഫാറ്റ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഷുഗർ. ഇപ്പോൾ ഫാറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഫാറ്റിനാണ് മറ്റ് മൂന്നിനേക്കാളും എനർജി വാല്യൂ കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഫോംഡ് വെൻ അമിനോ ആസിഡ് മോളിക്യൂൾസ് കമ്പൈൻ ടുഗദർ. അമിനോ ആസിഡിൻ്റെ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ്? ന്യൂക്ലിക് ആസിഡ്, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്. കറക്റ്റ് ആൻസർ പ്രോട്ടീൻസ് ആണ്. ഈ ചോദ്യം പ്രോട്ടീൻസിൻ്റെ ബേസിക് യൂണിറ്റ്സ് എന്നും ചോദിക്കാനുണ്ട്. അത് ആൻസർ അമിനോ ആസിഡ് ആണ്. അടുത്ത ചോദ്യം,
Women having normal limbs may sometimes give birth to babies with deformed limbs. This must be due to, അതായത് നോർമലായിട്ട് ലിംസ് ഉള്ള വുമൺസ് സംടൈംസ് ഡീഫോംഡ് ആയിട്ട് ലിംസ് ഉള്ള ബേബിക്ക് ബർത്ത് നൽകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്തെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് സ്പോണ്ടേനിയസ് ജനറേഷൻ, മ്യൂട്ടേഷൻ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടർ, നാച്ചുറൽ സെലക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മ്യൂട്ടേഷൻ കാരണമാണ് നോർമൽ ലിംസ് ഉള്ള ഒരു മദർ ഡീഫോംഡ് ലിംസ് ഉള്ള ഒരു ബേബിക്ക് ബർത്ത് നൽകുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. ഡെയിലി 3 to 4 വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, CHO, JPHN എല്ലാ ക്വസ്റ്റ്യൻസും ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു. അറിഞ്ഞിടാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.